He is the future promise of Argentina and his goal scoring will bring Argentina. 2018 നിന്നും കരകയറാനൊരുങ്ങുമ്പോൾ ആൽബിസ് ചെലസ്റ്റീൻ യുവതാരങ്ങളുടെ കുത്തൊഴുക്കിൽ ലിയണൽ സ്കലോണി വാഴ്ത്തപ്പെട്ട ഒറ്റപ്പേരായിരുന്നു ലൗതാറോ മാർട്ടിനസ്. പിന്നീട് പ്രതീക്ഷയുടെ ഭാരവും പേറി ലാറ്റിൻ അമേരിക്കൻ യുദ്ധഭൂമിയിൽ കുതിപ്പ് തുടരുമ്പോൾ അയാളുടെ കാലുകളിൽ നിന്നും പലതവണ ഗോൾ വല ചലിച്ചിട്ടുണ്ട്. അവസാനം കിരീടാഹ്വാനം നടത്തപ്പെടുമ്പോഴും സ്കലോണിയുടെ ആ പഴയ വാക്കുകൾ അർജന്റീന വീണ്ടും പ്രതീക്ഷ നൽകി. പിന്നാലെ വന്ന ഫൈനലിസിമയിലും ആദ്യം ലക്ഷ്യം കണ്ടത് ലൗതാറോ മാർട്ടിനസ് തന്നെയാണ്. മത്സരത്തിൻ്റെ 27-ാം മിനിറ്റിൽ മെസ്സി കൊണ്ടുവന്ന് നൽകിയ ഒരു പന്തിനെ ഓഫ് സൈഡ് ട്രാപ്പുകളെയെല്ലാം ഭിന്നമാക്കി മാറ്റി ലൗതാറോ ആദ്യ ലക്ഷ്യം കണ്ടു. തുടരെ മാർട്ടിനസിൻ്റെ ഗോൾ വേട്ട ആരംഭിക്കാനൊരുങ്ങി. അതെ, നീണ്ട അർജന്റീനിയൻ അൺബീറ്റിന് മുതൽക്കൂട്ടായത് ലൗതാറോയുടെ പല ലക്ഷ്യങ്ങളാണ്. ഇതേ പ്രതീക്ഷകൾ മുൻനിർത്തിയാണ് സ്കലോണി ഖത്തറിലേക്കുള്ള മുന്നേറ്റ നിരയിൽ വിശ്വാസമർപ്പിച്ചത്. പക്ഷേ എല്ലാം പാടെ പിഴക്കപ്പെട്ടു. മാർട്ടിനസ് തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്താനാവാതെ കിതച്ചുകൊണ്ടിരുന്നു. പക്ഷേ സ്കലോണിയുടെ പ്ലാൻ ബി വർക്കൗട്ട് ചെയ്തതോടെ ടീം ഫൈനലിലെത്തപ്പെട്ടു. ഫൈനലിൻ്റെ നിറവേദിയിലും നിസ്സാരമായ അവസരങ്ങളെ ലൗതാറോ പായാക്കിക്കൊണ്ടിരുന്നു. അവസാനം കിരീടവുമേന്തപ്പെട്ട് അർജന്റീനയിലെത്തിയപ്പോഴും അയാളുടെ നിറമങ്ങലിനെ പലരും വേട്ടയാടപ്പെട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ ലൗതാറോ മാർട്ടിനസിനെ ഒരു പരാജിതനാക്കി മാറ്റി. അയാളുടെ കുതിപ്പിനെല്ലാം അവസാനാന്ത്യം കുറിക്കപ്പെട്ടു. പിന്നീടിതാ അയാൾ വീണ്ടും പൂർണ്ണ ശക്തിയോടെ ക്ലബിൽ മികച്ച പ്രകടനം കൊയ്തുകൊണ്ടിരുന്നു. അവസാനം 2024 കോപ്പ അമേരിക്കയിലേക്ക് വണ്ടി കയറുമ്പോൾ തൻ്റെ പ്രതാപം കൈവരിക്കാനുള്ള ഒരുക്കമാണെന്ന് മാർട്ടിനസ് പലരോടും ഓർമ്മപ്പെടുത്തിയിരുന്നു. ലാറ്റിൻ അമേരിക്കയുടെ പോരാട്ട വീതിയിൽ മാർട്ടിനസ് ആർത്തുല്ലസിച്ചുകൊണ്ടിരുന്നു. ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അയാൾ തൻ്റെ യഥാർത്ഥ രൂപം ലോകത്തിൻ്റെ മുമ്പിൽ അയച്ചുകാട്ടി. പ്രതികാരങ്ങളുടെ നിലവറയിൽ നിന്നും വിമർശകർക്കുള്ള ഓരോ വെടിയും അയാൾ പൊട്ടിച്ചുകൊണ്ടിരുന്നു. പഴയ ഫോമിലേക്ക് പോവാൻ ആവശ്യപ്പെട്ട് അലറി വിളിച്ചവർക്ക് മുമ്പിൽ ലൗതാറോ പ്രതികാരദാഹിയായി മാറി. പല മത്സരങ്ങളിലും അർജന്റീനയുടെ രക്ഷകനായി ലൗതാറോ മാർട്ടിനസ് ഉദയം കൊണ്ടു. അതെ, അവസാനം ഫൈനലിലും ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നു. 90 മിനിറ്റ് വരെ അർജന്റീന എന്ന ടീം ഒരു ഗോളിന് വേണ്ടി പൊറുതിമുട്ടിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ലിയണൽ സ്കലോണി അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ലൗതാറോയെ ഗ്രൗണ്ടിലേക്ക് ഇറക്കാത്തതെന്ന് ആരാധകർക്ക് ചോദ്യചിഹ്നമായി. അതെ, അയാൾ വന്നാൽ മാറ്റിമറിക്കുമെന്ന് ആരാധകർക്കറിയാമായിരുന്നു. അങ്ങനെ അവസാനം 96-ാം മിനിറ്റിൽ ലിയണൽ സ്കലോണി തൻ്റെ തന്ത്രത്തെ ഗ്രൗണ്ടിലേക്ക് അയച്ചു വിടുന്നു. അതെ, മൈതാനത്തേക്ക് ലൗതാറോ മാർട്ടിനസ് അവതരിക്കുന്നു. അവസാനം അയാളുടെ കാലുകളിൽ നിന്ന് തന്നെ വിജയ ഗോൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതെ, ചിലപ്പോൾ ലൗതാറോ മാർട്ടിനസിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കൊത്തിവെക്കപ്പെട്ട ഒരു കോപ്പ അമേരിക്കയായിരുന്നു ഇത്. ഫുട്ബോളിൽ ഇനിയും തൻ്റെ താണ്ഡവ കഥകളെ കാണിച്ചു തരാൻ അയാൾ ഇവിടെ തന്നെയുണ്ട്.